അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ അടുത്ത ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളായിട്ട് വരാൻ. അപ്പോൾ ഞാനിതിങ്ങനെ പഴുത്ത് നിൽക്കണുണ്ട്. അപ്പോൾ പറിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഫ്രൂട്ട്സിനെ പറ്റി അറിയാനും കാണാനും താല്പര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ ചെറിയ എന്ന് പറഞ്ഞിട്ട് തൈ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ അതേപോലെ നല്ല റെഡ് കളറായിരിക്കും. നല്ല കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ പൈക്കണീൻ്റെ ആകുമ്പോഴാണ് ആ യെല്ലോ കളറായി വരുന്നത് കേട്ടോ. അതിന് നമ്മൾ തൊടുമ്പാഴത്തിന് ഇതുണ്ടോ അങ്ങനെ താഴെ വീഴും. അത്രയും തീരെ നെട്ടിക്കുറപ്പില്ലാത്തൊരു ഫ്രൂട്ട്സാണ്. പിന്നെ ഉണ്ടോ കാണുന്നുണ്ടോ തിക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. നമ്മുടെ നാട്ടിലത്തെ ചെറിയാണ് കേട്ടോ. വലിയ രസം പിന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ പിന്നെ ഇത് ശരിക്കൊരു കാപ്പിക്കുരുവിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരും. പിന്നെ കഴിക്കാനൊരു മധുരമോ പുളിയോ ഒന്നും പറയാനുള്ള ഒരു വികാരമുള്ള ഒരു ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് വെറുതെ എന്നാലും കഴിക്കുക, അതാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. ഇതിന് എനിക്ക് അത്ര ഒരു കുറ്റം പറയാനും നമുക്ക് തോന്നില്ല. നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ. കൈ തട്ടുമ്പോഴത്തിന് ഇത് താഴെ വീണും കൊണ്ടാണ്. പിന്നെ കുറേ ഇതിലിഞ്ഞ് പൈക്കാണ്ട് പിന്നെ കുറേ കിളികൾ കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിത് ഇങ്ങനെ മഞ്ഞ കളറാകുമ്പോൾ തന്നെ ഞാൻ പറിച്ചെടുക്കുകയാണ്. കിളികൾ കുറേ കൊത്തിക്കൊണ്ടുപോയിട്ടും ശരിക്കും നമ്മളൊരു കാപ്പിക്കുരുവിൻ്റെ ചെറിയൊരു ടേസ്റ്റ് അതിൻ്റെ കുരുവൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കാപ്പിക്കുരു ഉണ്ടായത് കേട്ടോ. അതുകൊണ്ട് എനിക്കത് അറിയണത്. ഞങ്ങളുടെ വീട്ടിൽ കാപ്പിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മീൻ്റെ ആങ്ങളുടെ ഭാര്യയൊക്കെ കാപ്പി ഉണ്ടാക്കും. നല്ല ടേസ്റ്റിലൊരു കാപ്പി ആയിരിക്കും. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചതല്ലേ. അതിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാപ്പി തരും. നല്ല ടേസ്റ്റ്. ആ ടേസ്റ്റുള്ള കാപ്പി ഇന്ന് വരെ നമുക്ക് ഇവിടുന്ന് എത്ര പൊടി വാങ്ങിച്ച് നല്ല ക്വാളിറ്റിയുള്ള പൊടി വാങ്ങിച്ചാലും അത് വരെ ഇത് കിട്ടിയിട്ടില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ കാപ്പിക്ക്. കണ്ടോ ഇതേപോലെ കണ്ടോ കുറേ താഴെ വീണിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറേ കിളികൾ കൊത്തിപ്പോയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അത് നമ്മൾ കളഞ്ഞേണ്ടതൊക്കെ കണ്ടോ. കിളികൾ കൊത്തിക്കൊണ്ടുപോകണം. അതിനുണ്ടോ അതിൻ്റെ കുരു കണ്ടോ. ശരിക്കും നമ്മളൊരു കാപ്പിക്കുരു തന്നെ. അത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ശരിക്കും ഇതിൻ്റെ ഉള്ള ചെറിയൊരു ജ്യൂസ് പോലെയാണ് കേട്ടോ. അങ്ങനെ പറയാൻ കണ്ടോ ഒരു ചെറിയൊരു ഇങ്ങനെ പൾപ്പ് പോലെയാണ് കേട്ടോ. എന്നാൽ ചെറിയൊരു ജ്യൂസ് ഉണ്ട് ഇതുപോലെ. കഴിക്കാൻ വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കഴിക്കാമെന്നുള്ളൂ. ഇതിൻ്റെ ഇതാണ് ഞാൻ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് അതിൻ്റെ കുരു ഉണ്ടോ. ശരിക്കും കണ്ട കാപ്പിക്കുരു തന്നെയല്ലേ. കാപ്പിക്കുരുവിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന്. അതായത് മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അടുത്ത ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.